ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. മധ്യസ്ഥ പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യാവശ്യമാണ്. ആർക്കുവേണ്ടി നാം പ്രാർത്ഥിക്കുന്നുവോ അവർക്കും പ്രാർത്ഥിക്കുന്ന നമുക്കും ഒരുപോലെ അനുഗ്രഹദായകമാണ്. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കു വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകുന്നതുകൊണ്ട് അവർക്കു വേണ്ടിയത്രേ ഞാൻ അപേക്ഷിക്കുന്നതെന്ന് യേശു പറഞ്ഞു. കുരിശന്മേൽ കിടക്കുമ്പോൾ തന്നെ ഉപദ്രവിച്ചവർക്കു വേണ്ടിയും പ്രാർത്ഥിച്ചു. മറ്റുള്ളവർക്കു വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇയ്യോബിൻ്റെ ദീർഘകാല ദുരിതത്തിന് അവസാനമുണ്ടാകുന്നത് തൻ്റെ സ്നേഹിതർക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴായിരുന്നു. അർഹതയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് തന്നെ അത് അനുഗ്രഹ കാരണമാകും. ശിഷ്യന്മാരെ യേശു ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ ഒരു പ്രത്യേക നിർദ്ദേശം കൊടുത്തു. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറഞ്ഞ് സമാധാനം ആശീർവദിക്കണം. വീട്ടിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് സമാധാനം ലഭിക്കും, ഇല്ലെങ്കിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സമ്മേളിക്കുന്ന ഒരു സംഘത്തിൽ ഒരു വീട്ടുവേലക്കാരി പെൺകുട്ടി ക്രമമായി വന്ന് സംബന്ധിച്ചിരുന്നു. അവൾ എപ്പോഴും സന്തോഷവതിയായിരുന്നു. ഒരു യോഗത്തിൽ സ്വന്തം ജീവിതാനുഭവത്തെപ്പറ്റി അവൾ ഇപ്രകാരം വിവരിച്ചു. അവൾ എല്ലാ ദിവസവും ക്രമമായി ദൈവസന്നിധിയിലിരുന്ന് വർത്തമാനപത്രം വായിക്കുകയും മരിച്ചുപോയവരുടെ പേരുകൾ നോക്കി അവരുടെ കുടുംബാംഗങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും വിവാഹിതരായവരുടെ പേരുകൾ നോക്കി അവരുടെ സന്തോഷകരമായ കുടുംബജീവിതത്തിന് വേണ്ടിയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അവളുടെ സംതൃപ്ത ജീവിതത്തിൻ്റെ രഹസ്യം ഇതായിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥന നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ്. 1 തീമോത്തിയോസ് 2:1. സകല മനുഷ്യർക്കും സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.